എല്ലാം നിനക്ക് വേണ്ടിയാ. നിന്നോടുള്ള ആത്മാർത്ഥ കാരണ, സ്നേഹം കാരണ. ഇതിനൊക്കെ പകരം ഞാൻ എന്താടാ ചെയ്യാ? നിന്നെ പോലെ ഒരു കൂട്ടുകാരനെ കിട്ടിയതാ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അത് നിനക്ക് എപ്പോഴെങ്കിലും ബോധ്യാവും. അല്ല, അത് നിനക്ക് ഇപ്പോഴെങ്കിലും ബോധ്യമായല്ലോന്ന്. ഇതെങ്ങനെയുണ്ട്? എന്ത് തമാശയാ നടന്ന ഇത്ര സന്തോഷിക്കാൻ? ഞാൻ ഇവനൊരു ടേണിംഗ് പോയിന്റ് പറഞ്ഞു കൊടുത്തു. ഇവൻ ചിരിച്ചിരിച്ച് ടേണിംഗ് പോയിന്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇതൊന്ന് നോക്കിയേ, കല്യാണ ഷർട്ടിനുള്ള തുണിയാ. നീ നോക്കിക്കേ. ഇഷ്ടപ്പെട്ടോ? മുറിക്കാനാ? നിനക്ക് ഇഷ്ടപ്പെട്ടോടാ? എത്രയാ നിന്റെ അളവ്? എത്രയാ? 2.5 മീറ്റർ ഫുൾ കൈ. നീ എന്തിനാ എല്ലാ കാര്യം അവനോട് ചോദിക്കണേ? കെട്ടാൻ പോണതവനാണോ? അച്ഛനെല്ലാം അറിഞ്ഞു തോന്നണേ. പട്ടി, അത് നമുക്കെല്ലാം അറിയൂ. ഇന്ന് തന്നെ അയച്ചേക്കണം. നാളെ എങ്കിലും കിട്ടണം. ഓണമൊക്കെ കഴിഞ്ഞ് റിങ് ചെയ്താ ഒരിക്കലും എടുക്കാത്ത നമ്പറായിട്ട് ഒരുത്തം പന്നുണ്ട്. വെറുതെ സമയം എടുക്കാൻ. ഒന്ന് വിളിച്ചോട്ടെ. അയാളൊന്ന് ഇറങ്ങിക്കോട്ടെ. 4850. അതെ, പഴയ നമ്പർ തന്നെയല്ലേ? അത് കിട്ടൂല. കരിനാക്കെടുത്ത് വളയ്ക്കാതെ. ഇതെന്താ നേർച്ചയാണ്? കൽക്കട്ടയ്ക്ക് ഒന്ന് വിളിക്കണല്ലോ. അതെ, ഒരു പ്രാവശ്യത്തെ കൂടുതൽ ട്രൈ ചെയ്ത് തന്നെ മെനക്കെടുത്തരുത്. ഹലോ ഹലോ ഹലോ, ഞാനാ. ഇത്രയും കാലം ഫോൺ കിട്ടാനിട്ടായിരുന്നു. കിട്ടിയപ്പോ ഒന്നും മിണ്ടുന്നില്ല. എന്താ ഇത്? ഹലോ, എന്താ എന്നെ പിന്നെ വിളിക്കാഞ്ഞത്? വിളിക്കണുണ്ടായിരുന്നു. കിട്ടണ മുഴുവൻ റോങ് നമ്പറാ. ഞാനിപ്പോ നാട്ടിൽ ഈ ഫോൺ ഒന്ന് കിട്ടാൻ വേണ്ടി ദിവസം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാനും. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴെങ്കിലും ഒന്ന് കിട്ടിയത്. ഞാൻ വലിയ ടെൻഷനിലായിരുന്നു. അതിനേക്കാൾ വലിയ ടെൻഷനില്ല ഞാൻ. എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. എന്നെ കൊണ്ടുപോവോ? ഞാൻ വിളിച്ചാ വരുമോ? എവിടെ വേണേലും വരാം. എന്നാ ഞാൻ ബാംഗ്ലൂർക്ക് വരട്ടെ? അത് വേണ്ട, ഞാൻ ഇന്ന് നാട്ടിൽ പോവാ. എന്നാ ഞാൻ വീട്ടിലേക്ക് വരാം. വീട് എവിടാന്ന് പറഞ്ഞാ മതി. വേണ്ട, എന്റെ അമ്മമാര് ഭയങ്കര പ്രശ്നക്കാരാ. അനിയൻകുട്ടി പറ, ഞാൻ എവിടെ വരണ്ടേ? എന്റെ വീട്ടിൽ നിന്ന് കൊറേ ദൂരമുണ്ട് ഒരുവാതിൽ കോട്ടയ്ക്ക്. സാരില്ല, ഞാൻ എങ്ങനെയെങ്കിലും എത്താം. എപ്പോഴാ വരണ്ടേ? 27 രാവിലെ 8 മണിക്ക് വന്നാ മതി. 27 തീയതിയോ?